ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഡോണറ്റ്സ് ആണത്. കുട്ടികൾക്കെന്നല്ല, മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണിത്. എങ്കിൽ പോലും കുട്ടികളുടെ ഒരു ഫേവറേറ്റ് ആണിത്. ഇവിടെയാണെങ്കിലും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോണറ്റ്സ്. അപ്പോൾ ഇനി ഡോണറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ആദ്യമേ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഞാൻ 200 ml പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഞാൻ നേരത്തെ തന്നെ ഒന്ന് മെൽറ്റ് ആവാനായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. ഈ കോഴിമുട്ട നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടും എടുത്ത് ഉപയോഗിക്കാതെ തന്നെ 2 മണിക്കൂർ മുൻപെങ്കിലും ഫ്രിഡ്ജിന് പുറത്തേക്ക് വെച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. ഒത്തിരി തണുപ്പായിരുന്നാൽ അതങ്ങ് ശരിയായി കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിന് മുൻപായിട്ട് തന്നെ ഉണ്ടാക്കുന്നതിന് ഒരു 2 മണിക്കൂറെങ്കിലും മുൻപ് ഫ്രിഡ്ജിൽ നിന്നും കോഴിമുട്ട എടുത്ത് പുറത്തേക്ക് വെക്കണം. എന്നിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം വിസ്കൊന്നും വേണമെന്നില്ല, സാധാരണ ഒരു സ്പൂൺ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഞാനിവിടെ 400 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പോളം ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഷുഗർ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഹാൻഡ് മിക്സർ വെച്ചാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഹാൻഡ് മിക്സർ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല. നമുക്ക് സാധാരണ നമ്മൾ കൈകൊണ്ട് എങ്ങനെയാണോ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. പക്ഷേ ഇതിനുള്ള ഡോ തയ്യാറാക്കി എടുക്കുമെന്ന് വെച്ചാൽ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിത് കുറേശ്ശെയായിട്ട് മിൽക്ക് ഒഴിച്ചു കൊടുത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്. എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ. 5 മിനിറ്റിലധികം ആയിട്ടുണ്ട് ഞാൻ ഈ ഹാൻഡ് മിക്സർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിലായിരിക്കണം. ഒരല്പം സ്റ്റിക്കി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുമെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി ഒരു ഹാർഡാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ലൂസായിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കയ്യിലേക്ക് ഒരല്പം എണ്ണ തൂത്തതിന് ശേഷം അത് കയ്യിലിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. കണ്ട് ഈ ഒരു പാകത്തിലായിരിക്കണം നമ്മളുടെ ഡോ തയ്യാറാക്കി എടുക്കുന്നത്. ഒരല്പം സ്റ്റിക്കിയാണിത്, എങ്കിൽ പോലും ആ കയ്യിലേക്ക് എണ്ണ തേച്ചത് കൊണ്ട് കയ്യിലോട്ട് പിടിക്കുന്നില്ല. അപ്പം ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കണം കുഴയ്ക്കുന്നത്. കയ്യിൽ ഒട്ടി വരാനും പാടില്ല. ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കവർ ചെയ്ത് വെക്കാം. അപ്പം ഞാനിവിടെ ഒരു ടവൽ നനച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ഡബിൾ സൈസ് ആയി വരണം. എനിക്കിവിടെ ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഡബിൾ സൈസ് ആയി കിട്ടും. കാരണം അതുപോലെ നല്ല ചൂടാണ്. ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അതിൽ മാറ്റം വരാം. ഇപ്പോൾ 1.5 മണിക്കൂർ ആയിട്ടുണ്ട് നമ്മൾ ഡോ തയ്യാറാക്കി വെച്ചിട്ട്. കണ്ടോ, ഇതുപോലെ ഡബിൾ സൈസ് ആയി വന്നിട്ടുണ്ട്. ഇതിപ്പം തൊടുമ്പോഴേക്കും ഒരല്പം സ്റ്റിക്കി പരുവത്തിലാണുള്ളത്. അത് കുഴപ്പമില്ല. നമ്മളിനി അത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഞാനൊരല്പം മൈദ തൂക്കി കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കും. ഒരു എയർ ഫില്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇനി നന്നായിട്ടൊന്ന് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് 2 മിനിറ്റ് നേരമൊക്കെ കുഴച്ചെടുത്താൽ മതി. ഒരുപാടൊന്നും കുഴക്കണ്ട ഈ സമയത്ത്. ഇനി ഇത് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തുന്നതിന് മുൻപ് കുറച്ചുകൂടി ഒന്ന് പൊടിയിട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തിക്കോല് വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്.
അപ്പോൾ ഡോണറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. നമുക്കൊരല്പം കട്ടിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഡോണറ്റ്സ് കട്ടർ തന്നെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് പകരം ഞാനൊരു ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റീൽ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം സ്റ്റീൽ ഗ്ലാസ്സിന് പകരം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു കപ്പും അതുപോലെ തന്നെ ഈ ഒരു നോസിലിൻ്റെ ഒരു ഇതുകൂടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഗ്ലാസ് ഇതുപോലെ അമർത്തി കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വരം കൊടുക്കണം, നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കിട്ടാനായിട്ട്. ഇതുപോലെ ആദ്യമേ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ നടുക്കത്തെ ഭാഗവും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം അങ്ങ് മാറ്റി വെക്കാം. ഈ മിച്ചം വരുന്ന മാവ് കൊണ്ട് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കേണ്ടതാണ്. അപ്പം കളയാതെ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം കൂടി ഞാനൊരു ബേക്കിംഗ് പേപ്പറിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ ഡോണറ്റ്സിനുള്ള ഡോ ഇവിടെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. നേരത്തെ നമ്മൾ 1.5 മണിക്കൂറായിരുന്നു വെച്ചത്. അപ്പം ഇനി ഒരു 15 മിനിറ്റ് കൂടി ഒന്ന് കവർ ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ ഞാൻ ചീനച്ചട്ടിയിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എണ്ണ ഓവർ ഹീറ്റായി പോവരുത്. ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. നമുക്ക് കാണാം ഇതിങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് അങ്ങ് പൊന്തി വരും. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് നേരം എണ്ണയിൽ ഇട്ടേക്കരുത്, പിന്നെ അത് കരിഞ്ഞു പോകും. കണ്ടോ, ഇതുപോലെ ഈ ഒരു കളറായാൽ മതി. നല്ല ചൂടായിരിക്കുന്ന എണ്ണ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതുപോലെ രണ്ട് സൈഡും ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ഫ്ലേവർ നമുക്ക് കോട്ടിങ്ങിനായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഷുഗർ, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലേവറിൽ വേണമെങ്കിൽ സ്ട്രോബെറി, അങ്ങനെ ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്ക് ആ ഷുഗർ കോട്ടിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പകുതി ഷുഗറും അതുപോലെ തന്നെ പകുതി ചോക്ലേറ്റ് സിറപ്പുമാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പോളം ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്. ഷുഗർ പൗഡർ എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് പൊടിയാക്കി എടുക്കേണ്ട, നമുക്കൊരു ചെറിയൊരു തരിയോട് കൂടിയുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഡോണറ്റ്സ് ഓരോന്നായിട്ട് ഫുള്ളൊന്ന് കോട്ടിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും മൊത്തത്തിലൊന്ന് ആയി വരുന്ന രീതിക്ക് വേണം കോട്ടിങ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ബാക്കിയുള്ളതിലേക്ക് ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഷുഗർ സിറപ്പിന് പകരം നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാതെ. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ ഒന്ന് മുക്കിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിനായിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഉപയോഗിച്ചതേ ഉള്ളൂ, കാരണം ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കഴിക്കാനായിട്ട്. ചോക്ലേറ്റ് സിറപ്പിലേക്ക് മുക്കുമ്പോഴേക്കും നമ്മൾ മൊത്തത്തിൽ ഒന്നിച്ച് മുക്കി കൊടുക്കരുത്. അപ്പം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പിടിച്ച് ആ ഒരു പകുതി ഭാഗം മാത്രം ഇതുപോലെ മുക്കിയെടുക്കണം. എന്നിട്ട് തിരിച്ച് പാത്രത്തിലേക്ക് വെക്കുക. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഇടിക്കണം, എങ്കിലേ ആ ചോക്ലേറ്റിൻ്റെ ആ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരത്തുള്ളൂ. ഇത് നമ്മുടെ കയ്യിൽ സ്പ്രിങ്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പ്രിങ്കിൾസും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഡോണറ്റ്സ് ഇവിടെ റെഡിയായി. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഇനി ഇതിപ്പം നമ്മൾ വലിയ വില കൊടുത്ത് ഡോണറ്റ്സ് കടകളിൽ പോയിട്ട് മേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായി ഉടനെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.